ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി സ്ക്വയർ. ഇന്നത്തെ ക്ലാസ് എ കേസ് ഓഫ് സസ്പീഷ്യൻ എന്ന കഥയുടെ 4th സെക്ഷനാണ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് എ കേസ് ഓഫ് സസ്പീഷ്യൻ. ഡോക്ടർ ബെൻസൺ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓട്ട്സോർലിയുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നിടത്താണ് സെക്ഷൻ 3 അവസാനിക്കുന്നത്. സെക്ഷൻ 4 എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. എ ഫെലോ ഐ പിക്ഡ് അപ്പ് ഇൻ മൈ കാർ ഓൺ മൈ വേ അപ്പ് ഹിയർ ടുനൈറ്റ് ട്രൈഡ് ടു റോബ് മീ. ഹി സെഡ് ടു ഓട്ട്, ഫീലിംഗ് എ ലിറ്റിൽ പ്രൗഡ്. ഹി ടുക്ക് മൈ വാച്ച്, ബട്ട് വെൻ ഐ പുഷ്ഡ് മൈ 45 pistol into his side, he decided to give it to me back. ഡോക്ടർ ബെൻസൺ വരുമ്പോൾ സംഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മിസ്റ്റർ ഓട്ട്സോർലിയോട് പറയുകയാണ്. ഞാൻ വരുന്ന വഴിയിൽ ലിഫ്റ്റ് കൊടുത്ത ഒരാൾ അയാൾ എൻ്റെ വാച്ച് മോഷ്ടിക്കുകയും പിന്നീട് ഞാൻ എൻ്റെ പിസ്റ്റൾ കാണിച്ചപ്പോൾ അയാളത് തിരിച്ചു തരികയും ചെയ്തു എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി ഡോക്ടർ ബെൻസൺ മിസ്റ്റർ ഓട്ട്സോർലിയോട് പറയുകയാണ്. Ott smiled wide at such an exciting story coming from young Dr. Benson. "Well, I am glad we have it back to you," Ott said, "because if he hadn't, we wouldn't have any idea what time the child was born. What time would you say it happened, Doctor?" ഈ ഒരു എക്സൈറ്റിംഗ് സ്റ്റോറി കേട്ടപ്പോൾ മിസ്റ്റർ ഓട്ട് ചിരിച്ചു. എന്നിട്ട് പറയാണ്, ആ വാച്ച് തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് കിട്ടിയതുകൊണ്ട് കുട്ടി ജനിച്ച സമയം നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെത്രയാണ് ടൈം എന്ന് ഓട്ട്സോർലി ഡോക്ടർ ബെൻസനോട് ചോദിക്കുകയാണ്. ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. ദ ബേബി വാസ് ഡെലിവേർഡ് അബൌട്ട് 30 minutes ago. ആൻഡ് റൈറ്റ് നൗ ഇറ്റ്സ്. He walked over to the lamp on the table. He stared strangely at the watch in his hand. The crystal was cracked. The top was broken. He turned the watch over and held it closer to the lamp. He studied the inscription there. To Private T. Evans, Ambulance Section, whose personal bravery preserved our lives the night of November 3rd, 1943, near the Italian front. Nurses Nesbitt, Jones and Wingate. അപ്പോൾ എത്ര മണിക്കാണ് കുട്ടി ജനിച്ചത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു? വാച്ച് പോക്കറ്റിൽ നിന്ന് കയ്യിലെടുത്തു. 30 മിനിറ്റ് മുമ്പാണ് കുട്ടി ജനിച്ചത്. ഇപ്പോൾ സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വാച്ചുമായി നടന്നു. അത് വാച്ച് നോക്കിയപ്പോൾ അയാൾക്ക് അതൊരു പരിചയമില്ലാത്തതായിട്ട് തോന്നി. അതിനെന്തോ ഒരു പ്രശ്നം തോന്നി. എന്തായിരുന്നു പ്രശ്നം? അതിൻ്റെ ക്രിസ്റ്റലിലൊരു വിള്ളൽ വീണിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം പൊട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആ വാച്ച് തിരിച്ചു മറിച്ചു നോക്കി. അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. അതൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഒരു എഴുത്തുണ്ട്. എന്താണത്? To Private T. Evans, Ambulance Section, whose personal bravery preserved our lives the night of November 3rd, 1943, near the Italian front. Nurses Nesbitt, Jones and Wingate എന്നാണ് എഴുതിയിരിക്കുന്നത്. That is, it was a gift from some nurses to T. Evans. T. Evansന് കിട്ടിയ ഒരു ഗിഫ്റ്റായിരുന്നു ഇത്. വാർ ഫ്രണ്ടിൽ കുറച്ചു പേരുടെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹത്തിൻ്റെ ബ്രേവറിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിരുന്നു ആ വാച്ച്. ഇവിടെ നമ്മുടെ ഡോക്ടർ ബെൻസൺ ഇവാൻസിനെ സംശയിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. കാരണം അദ്ദേഹം പിസ്റ്റൾ കാട്ടി പേടിപ്പിച്ചപ്പോഴാണ് ഇവാൻ ഭയന്ന് തൻ്റെ വാച്ചാണ് അദ്ദേഹം ഡോക്ടർ ബെൻസന് എടുത്തു കൊടുത്തത്. എന്നാൽ ഡോക്ടർ ബെൻസൺ കരുതിയിരുന്നത് തൻ്റെ വാച്ചാണ് ഇവാൻ മോഷ്ടിച്ചത് എന്നും താൻ ഭയപ്പെടുത്തിയപ്പോൾ ആ തൻ്റെ സ്വന്തം വാച്ചാണ് അദ്ദേഹം തിരിച്ചു തന്നത് എന്നുമാണ് ഡോക്ടർ ബെൻസൺ വിചാരിച്ചിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവാൻസ് എന്നുള്ളത് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയം കൊണ്ട് മാത്രമാണ് അയാൾ
ആ സമയത്ത് അങ്ങനെ പെരുമാറിയത്. ഇത്രയുമാണ് സെക്ഷൻ 4 പറയാനുള്ളത്. അതായത് ഡോക്ടർ ബെൻസൺ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവാൻസിനെ പുറത്താക്കുന്നത്. ആക്ച്വലി ഹീ ഈസ് നോട്ട് എ തീഫ്. നൗ വി ക്യാൻ ഗോ ത്രൂ സം ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, refer to the words in the passage that show Dr. Benson felt he was justified in turning Evans out. ഇവാനെ പുറത്താക്കിയത് ന്യായീകരിച്ചുകൊണ്ട് ഡോക്ടർ ബെൻസൺ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറഞ്ഞത്? എ ഫെല്ലോ I picked up in my car on my way up here tonight tried to rob me. He took my watch, but when I pushed my .44 pistol into his side, he decided to give it to me back. Second question, why was Mr. Sorley happy that Dr. Benson go back his watch? വാച്ച് തിരിച്ചു കിട്ടിയതിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ സോർലിക്ക് സന്തോഷമായത്? Because he would be able to learn the time the baby was born. Third question, how did the doctor realize that he was not looking at his own watch? Because the crystal was cracked and the top was broken, and he noticed an inscription on the watch. Fourth question, what information did the inscription give about Evans? Evans is a courageous and truthful person. How did the doctor realize his mistake on Evans? He realized his mistake when he noticed the inscription on the watch. In this story, we can see that Dr. Benson was prejudiced against Evans because of his shabby appearance, uncouth manners, the scar on his face, and irritating behavior. Therefore, when he lost his watch, he immediately suspected Evans of having stolen it. But actually, he is not a like person. He is very courageous and truthful. This teaches us that can't judge anybody by their appearance. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.